ഹേയ് PSC ആസ്പിരൻസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് ഒരു കേരള PSC ആസ്പിരൻറ്റിൻ്റെ ഒരു ഡേ. ഇത് ഞാൻ ജൂലൈ 10 എടുത്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ഞാൻ 5:30 എണീറ്റിട്ടുണ്ടായിരുന്നു. 5 മണി ടു 5:30 ആ ഒരു സമയത്താണ് സാധാരണ എഴുന്നേക്കാറ്. രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണി ആയപ്പോൾ പഠിക്കാൻ വേണ്ടിയിരുന്നു. കേരള ഹിസ്റ്ററിയുടെ PYQ ആണ് രാവിലെ പഠിച്ചത്. പിന്നെ ഈ ഒരു ബോക്സ് എന്തിനാണ് ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചതെന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ കാരണം ഈ 2 കമൻസാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളും പഠിക്കുന്നതും രണ്ടും എങ്ങനെയാണ് ടൈമൊക്കെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം ഞാൻ എന്നെപ്പറ്റി പറയാം. അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല എല്ലാവർക്കും, പലരുടെയും പല സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ടൈം മാനേജ് ചെയ്യേണ്ടി വരും. എന്നാലും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഈ സെപ്റ്റംബർ വന്നാൽ 1 ഇയർ ആകും. മാരേജൊക്കെ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയിട്ട് PSC വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ വീട് കണ്ണൂരാണ്, ഹസ്ബൻഡിൻ്റെ ജോലി എറണാകുളത്താണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ചെറിയ വലിയ കിച്ചൺ. സാധാരണ ഒരു 7 മണി ടു 7:30 ആ ഒരു സമയത്താണ് ഞാൻ പഠിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെൻ്റെ കിച്ചൺ ടൈം ടേബിളാണ്. എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ എഴുതി വെക്കണം, എന്നാലേ ഒരു തൃപ്തി കിട്ടുള്ളൂ. ഇത് കറക്റ്റ് ഫോളോ ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ദിവസം ചെയ്യും, ചില ദിവസം ചെയ്യില്ല. അത് ഓരോ ദിവസത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വീട്ടിലുള്ള സാധനങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു 7 മണി ടു 7:30 ആ ഒരു സമയത്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ 9:30 10 മണി ആ സമയത്തിനുള്ളിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും രണ്ടും റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി പഠിക്കാനിരുന്നാൽ പിന്നെ നമുക്കൊരു ടെൻഷനായിരിക്കും. അയ്യോ ഒന്നും ആക്കിയില്ലല്ലോ, ലഞ്ച് ആക്കണമല്ലോ എന്നുള്ള, ചോറ് വെക്കണം കറി വെക്കണം, ആ ഒരു ടെൻഷനായിരിക്കും. ഇത് ഫുഡ് അവിടെ ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ, മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാം, സമാധാനത്തോടെ ഇരുന്ന് പഠിക്കാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 9:30 10 മണി വരെ എന്ന് പറയുന്നത് ശരിക്കും 2.5 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ എന്ന് പറയുന്നത് ചെറിയ ടൈമല്ല. കറക്റ്റ് നമ്മുടെ മൈൻഡിലൊരു ഓർഡർ ഉണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യും. അത് ഫോളോ ചെയ്ത് മാക്സിമം സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് സ്ട്രെസ് ആവാൻ വേണ്ടി പാടില്ലേ. ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെ വരാറുണ്ട്. ടൈം പോകുമ്പോൾ അയ്യോ തീരുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. സ്ട്രെസ് ചെയ്യേണ്ട, റിലാക്സ് ആയിട്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് റിലാക്സ് ആയിട്ട് എല്ലാം വേഗം വേഗം ചെയ്ത് തീർക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കത്തെ ലഞ്ചിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കറികൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. ചിലവർക്കത് ഇഷ്ടാവില്ല, എന്നാലും നമുക്ക് ടൈം ലാഭിക്കണം. അതായിരിക്കണം നമ്മുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ടൈം എങ്ങനെയെങ്കിലും ലാഭിക്കണം, നമുക്ക് പഠിക്കാൻ ടൈം കിട്ടണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പരിപ്പ് കറി, മീൻകറി, ചിക്കൻ കറി, സാമ്പാർ ഇതുപോലുള്ള കറികളാക്കിയാൽ രാവിലെ ഇപ്പോൾ പുട്ടാണ് ദോശയാണ് എന്താ ആക്കുന്നതെന്ന് വെച്ചാൽ അതിന് യൂസ് ചെയ്യാം. ഉച്ചയ്ക്ക് ചോറിനും ഉപയോഗിക്കാം. ഇപ്പോൾ ഇൻലോസിൻ്റെ കൂടെയൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഇതൊന്നും നടക്കണമെന്നില്ല. കുറച്ച് പേർക്ക് ഓക്കെ ആയിരിക്കും, പക്ഷേ ചിലവർക്ക് ഓക്കെ ആയിരിക്കില്ല അതൊന്നും. എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കി കുക്ക് ചെയ്യാൻ നിന്നാൽ നമ്മൾ ഉച്ചവരെ അടുക്കളയിൽ തന്നെ നിൽക്കേണ്ടി വരും, നമുക്ക് പഠിക്കാൻ ടൈം കിട്ടില്ല. വേറൊരു കാര്യം, രാവിലത്തെ കുക്കിങ് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യാറ്, എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടാവാറുണ്ട്. ഒരു 6:30 മുതൽ 8 മണി വരെ അവന് ജിം ഉണ്ടാവും. ജിമ്മിൽ പോയി വന്നതിന് ശേഷം എൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഈ ഒരു കുക്കിങ് എനിക്കധികം ബേർഡനായിട്ട് തോന്നാറില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് ഈസി ആയിരിക്കും. ഈ രാവിലെയുള്ള ഈ ഒരു ടൈമിൽ തന്നെ വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഈവനിങ്ങേ ചെയ്യൂ അല്ലെങ്കിൽ ഉച്ചയ്ക്കേ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടൈമൊന്നും വെക്കണ്ട. മാക്സിമം നമുക്ക് എല്ലാ കാര്യങ്ങളും ജോലി ചെയ്യുന്ന ആ ഒരു സമയത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു 10 മണി ആകുമ്പോൾ, ചില ദിവസങ്ങളിൽ 9:30 ആകുമ്പോൾ ഇരിക്കാറുണ്ട്, ചില ദിവസം അത് 10 മണി ആകും. അത് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടിരിക്കും. കുറച്ച് ടഫായിട്ടുള്ള കറികളാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കുമല്ലോ. അങ്ങനെ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്. മാരേജിന് മുന്നേ വരെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോഴായാലും ഫുഡ് ഉണ്ടാക്കി അമ്മ ബാഗിൽ വെച്ച് തരും. എൻ്റെ കുക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ദോശമാവൊക്കെ അരച്ച് മുന്നിൽ കൊണ്ടുവച്ച് തന്നാൽ ദോശ ഉണ്ടാക്കും. അല്ലാതെ ഈ മാവ് എങ്ങനെ അരക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു.
പഠിക്കുന്ന സമയത്തായാലും വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല. മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ഞാൻ വീട് വിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് സിറ്റുവേഷനിലും സർവൈവ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവും. അതായത് മുന്നേ ചെയ്യാത്ത പല കാര്യങ്ങളും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ചെയ്യും. പിന്നെ ചെയ്ത് പരിചയമില്ലാത്ത കാര്യങ്ങളാകുമ്പം കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇതിപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അമ്മേനെയും അച്ഛനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കട്ടെ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം നേരെ ഓപ്പോസിറ്റാണ്. അവന് ഒരു 8-9 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യും, ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. അതിപ്പോൾ എന്തായാലും കുക്കിംഗ് ആയാലും വാഷിംഗ് ആയാലും ക്ലീനിങ് ആയാലും എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യും. ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ മാറി വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനറിയാം, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. കുക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും എന്തുണ്ടാക്കിയാലും ഒടുക്കത്തെ ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ലെവലിൽ എത്താനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഞാൻ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കറണ്ട് അഫെയർസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഉച്ചക്കത്തെ എൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് 12:30 അല്ലെങ്കിൽ 1 മണി. 12:30 ബ്രേക്ക് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ പപ്പടം, അതേപോലെ ഫിഷ് ഫ്രൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ കുറച്ച് രാവിലെ ആക്കി വെച്ചാൽ തണുത്തിട്ട് കഴിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ ആക്കി വെച്ചാൽ നമുക്ക് ചൂടോടെ കഴിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് 12:30 ബ്രേക്ക് എടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ 1 മണിക്ക് മാത്രമേ അവിടെ നിന്ന് എണീക്കാറുള്ളൂ. അതിന് മുന്നേ എനിക്കൊരു ബ്രേക്ക് ഉണ്ട്, ഒരു 11 മണി 11:30 ആ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 10 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കാറുണ്ട്, ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ രാവിലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാകും. ഭക്ഷണം കഴിച്ചതായാലും എല്ലാം ഉണ്ടാകും. അതെല്ലാം കഴുകി എല്ലാം അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ട് പഠിക്കാനിരിക്കാന്ന് വെച്ചാൽ നടക്കില്ല. എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ടയേർഡാവും. പിന്നെ വിചാരിക്കും കുറച്ച് സമയം ഫോൺ നോക്കാമെന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും പോയിരിക്കും. പിന്നെ ഫോൺ നോക്കി വേറെ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ പഠിക്കാനിരിക്കില്ല. ടയേർഡാകും, ഒരു ക്ഷീണമായിരിക്കും പഠിക്കാൻ, ഒരു മടി വരും പഠിക്കാൻ ഇരിക്കുമ്പോൾ. എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടേ പഠിക്കുമെന്ന് നമ്മൾ വാശി പിടിക്കില്ലേ. രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പഠിക്കാനിരിക്കാം. പഠിച്ച് കഴിഞ്ഞ് കുറച്ചധികം ടൈം പഠിക്കുമ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോൾ നമ്മൾ അവിടെ നിന്നും ടയേർഡാവും. അപ്പോൾ എണീറ്റിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ഒരു സമയത്ത് ചെറിയ ജോലികൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് എടുക്കുന്ന 10-15 മിനിറ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഫോൺ നോക്കാനോ വേറെ കാര്യങ്ങളിലേക്ക് പോവാതെ ഈ ചെറിയ പണികൾ ചെയ്യാൻ നോക്കാം. അതായത് ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് സിങ്കിലുള്ള കുറച്ച് പാത്രങ്ങൾ കഴുകി തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ 1-2 റൂം ക്ലീൻ ചെയ്യാൻ സ്പീഡായിട്ട്, ഡീപ്പായിട്ട് ക്ലീനിങ് അല്ല പറയുന്നത്, ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ടും 15 മിനിറ്റ് കൊണ്ടും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി നോക്കാം. ബ്രേക്ക് ടൈമിൽ അല്ലാതെ നമ്മൾ ഫോൺ എടുക്കാൻ പോയാൽ നമ്മൾ അതിലായിപ്പോവും. പിന്നെ തിരിച്ചൊരു പഠിക്കാൻ പോകുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. ഞാനങ്ങനെയാണ്, ബ്രേക്ക് ടൈമിന് ഫോൺ എടുത്താൽ പിന്നെ തിരിച്ച് വെക്കാൻ ഒരു അരമണിക്കൂർ കഴിയും. ഇപ്പോഴാണ് അരമണിക്കൂർ, പണ്ടത് 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് മൺഡേ മുതൽ ഫ്രൈഡേ വരെയാണ്. സാറ്റർഡേ സൺഡേ സാധാരണ ഞാൻ റിവിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. റിവിഷനും മോക്ക് ടെസ്റ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ആ സമയത്ത് പഠിക്കുന്നതിൻ്റെ സമയം കുറച്ചിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സാറ്റർഡേ സൺഡേ ആണ് ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ ശനിയും ഞായറും എൻ്റെ പഠിക്കുന്ന ആ ഒരു ടൈം വളരെ കുറവായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലാസ്സിനൊന്നും പോകുന്നില്ല. തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ വീട്ടിൽ തന്നെയാണ്, പുറത്തേക്കേ പോകുന്നില്ല. ഈ ശനിയും ഞായറും മാത്രമാണ് എൻ്റെ ഹസ്ബൻഡിന് ലീവ് ഉള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞങ്ങൾ മാക്സിമം പുറത്തേക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ഫുൾ ടൈം വീട്ടിലിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ വീക്ക്ലി പുറത്തേക്ക് പോവും, ജസ്റ്റ് എവിടെയെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കും, എന്നിട്ട് തിരിച്ചു വരും, വീണ്ടും പഠിക്കും. കറണ്ട് അഫെയർസ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ മലയാളമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് മലയാളമല്ല, ഇതൊരു ചോക്ലേറ്റാണ്. പിന്നെ നമ്മൾ ഈ ഫാമിലിയുടെ കൂടെ താമസിച്ച് പഠിക്കുന്ന സമയത്ത്, അതായത് മാരേജ് കഴിഞ്ഞവരുടെ കാര്യമാണ് പറയുന്നത്, ചില സ്ഥലത്ത് ചില സമയങ്ങളിൽ നമ്മൾ സെൽഫിഷ് ആവുന്നത് അത്ര മോശം കാര്യമല്ല. കാരണം നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫിഷ് ആവുന്നത്. എല്ലാവരുടെ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചില സ്ഥലത്ത് സെൽഫിഷായിട്ട് നമുക്ക് പഠിക്കാനുള്ള, കാരണം ഇത് നമ്മുടെ ജോലിയുടെ കാര്യമാണ്. നമ്മുടെ ജോലി കിട്ടിയാൽ നമ്മുടെ ഫാമിലിക്ക് തന്നെയാണ് നല്ലത്, നമുക്കും നമ്മുടെ ഫാമിലിക്കുമാണ് നല്ലത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട്
പഠിക്കാനുള്ള സമയം എങ്ങനെയെങ്കിലും, ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല, അവരവരുടെ സിറ്റുവേഷൻ അവരവർക്കേ അറിയൂ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളതും നിങ്ങൾ സ്വയം ആലോചിച്ചിട്ട് കണ്ടെത്തേണ്ടതാണ്. എനിക്കൊരു കുട്ടി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പഠിക്കുന്നതിന് ഓക്കെയാണ്, പക്ഷേ കോച്ചിങ്ങിനൊന്നും സമ്മതിക്കില്ല. മദറിൻലോ അത്രയ്ക്ക് സപ്പോർട്ടീവ് അല്ല. അപ്പോൾ ഒരു കുഞ്ഞുണ്ട്, ഒരു ചെറിയ വാവയാണ്. ആ ഒരു കുട്ടിക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷേ നമ്മുടെ ഈ ചുറ്റുപാട് മുഴുവനായിട്ട് നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും, നമ്മുടെ മൈൻഡ് തന്നെ നെഗറ്റീവ് ആകും. ഫുള്ള് നമുക്ക് ജോലി കിട്ടില്ല അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ലാതെ ഡീമോട്ടിവേറ്റഡ് ആകും. അതൊക്കെ ശരിയാണ്. എന്നാലും നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു സൊല്യൂഷൻ, പഠിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ നമ്മൾ സ്വയം ഉണ്ടാക്കണം, സ്വയം ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ഏതെങ്കിലും വീടിൻ്റെ ഒരു കോണിൽ പോയിരുന്ന് പഠിക്കാം. അതിനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസ് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ സ്വയം പഠിക്കണം. ഈ പഠിക്കണം എന്ന് പറയാനൊക്കെ ഈസിയാണ്. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പം എല്ലാവർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പം നമ്മൾ തന്നെ ചിലപ്പോൾ പതറിപ്പോകും. പക്ഷെ നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്നത് ശരിക്കും ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അതിപ്പം മാരേജ് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ പാരൻസിനായാലും ഹസ്ബൻഡിനെ ആയാലും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ജോലി ഇല്ലെങ്കിൽ. ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് PSC ഒക്കെ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഈ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഏജ് കുറച്ച് കൂടുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല. നമുക്ക് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ പൈസ ചോദിക്കേണ്ട ആവശ്യമില്ലെങ്കിലും അവർ തന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മനസ്സിന് ഒരു സമാധാനവും സ്വസ്ഥതയും ഒന്നുമില്ലാത്തൊരവസ്ഥയായിരിക്കും. എന്തായാലും എങ്ങനെയായാലും ഏത് തരത്തിൽ നോക്കിയാലും ഒരു ജോലി എന്നുള്ളത് അത് അത്യാവശ്യമാണ്. അത്യാവശ്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. വേറെ ആരും നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി തരില്ല. ചിലവർ തരുമായിരിക്കും, പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്തു തരണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുക, പഠിക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ 2 മണി അല്ലെങ്കിൽ 2:15, അതിനുള്ളിൽ ഞാൻ പഠിക്കാനിരിക്കും. പിന്നെ ഒരു 4 മണി വരെ പഠിക്കും. അതിൻ്റെ ഇടയിൽ ചെറിയ ബ്രേക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ലോങ് ബ്രേക്ക് എടുക്കും. അതിനുശേഷം 5:30 വരെ പഠിക്കും. ഈ 5:30 മുതൽ 8:30 വരെ 3 മണിക്കൂർ. ഈ ഒരു സമയത്തിനുള്ളിലാണ് എൻ്റെ ബാക്കിയുള്ള രാത്രിയിലെ കുക്കിങ്, ക്ലീനിങ്, കുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു 3 മണിക്കൂറിലാണ്. പിന്നെ വീട്ടിലേക്ക് ആരെങ്കിലും കോൾ ചെയ്യാനുണ്ടെങ്കിൽ കോൾ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു 3 മണിക്കൂറിനുള്ളിൽ തീർക്കും. ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വരും, ഞങ്ങൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കും. അതിനുശേഷം 8:30 ഞാൻ വീണ്ടും ഇരിക്കും. സാധാരണ 8:30 ഇരുന്നാൽ ഒരു 10 മണി, 10:15, 10:30 അപ്പോഴേക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഞാൻ ഇന്ന് 9 ആകുമ്പോൾ തന്നെ നിർത്തി. ഞാൻ ഭയങ്കരമായിട്ട് ഇന്ന് എന്തോ ടയേർഡായ പോലെ എനിക്ക് തോന്നി. അതിനുശേഷം 9:30 മുതൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ എൻ്റെ എല്ലാ ദിവസവും ഇതേപോലെ ഈ ഒരു ടൈം ഞാൻ ഫോളോ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട്, ചിലപ്പോൾ ഇതിലും നന്നായിട്ട് ഞാൻ പഠിക്കും. ചില ദിവസം ഭയങ്കര ലോ ആയിരിക്കും, ഒന്നും പഠിക്കാത്ത ദിവസങ്ങളും ഉണ്ടാകും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. കറക്റ്റായിട്ട് നമുക്കൊരു ടൈം ടേബിൾ എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റാറില്ല, ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു ദിവസത്തെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ എൻ്റെ വീഡിയോസിനെക്കാളും കുറച്ചധികം ലെങ്തായി പോയിന്ന് തോന്നുന്നു. നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് വരെ വാച്ച് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു ക്ലിപ്പ് വരെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പിന്നെന്താണ്, എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക, നെഗറ്റീവ് പറയുന്നവരോടൊക്കെ പോകാൻ പറയുക. നന്നായിട്ട് പഠിക്കാൻ നോക്കുക ഗൈസ്. ബൈ ബൈ. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silence.